പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നോമ്പിലെ ഓരോ ദിവസത്തെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെ വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അവിടുന്ന് നൽകിക്കൊള്ളും. കർത്താവ് നമ്മോട് പറയുന്നത്, ദൈവരാജ്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു ത്യാഗം ഉണ്ടാകണം, പിന്നെ സമർപ്പണം ഉണ്ടാകണം, പിന്നെ പ്രത്യാശ ഉണ്ടാകണം. ത്യാഗമാണ് ഉപേക്ഷിക്കുക എന്നുള്ളത്, സമർപ്പണമാണ് ദൈവഹിതം, പ്രത്യാശയാണ് ദൈവരാജ്യം. ഉപേക്ഷിക്കുക, ദൈവഹിതം നിറവേറ്റുക, ദൈവരാജ്യം നേടുക. മണ്ണിലെ നേട്ടം നമുക്ക് മറക്കാം, വിണ്ണിലെ രാജ്യം നമുക്ക് തുറക്കാം. അപ്പോൾ മണ്ണിലെ നേട്ടങ്ങൾ മറന്നാലാണ് വിണ്ണിലെ രാജ്യം നമുക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കർത്താവ് നൽകിക്കൊള്ളും. അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടത്, എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവരാജ്യം നേടാൻ ഉതകുന്ന വിധത്തിലാണോ ചിന്തിക്കുക. അതിന് ചിലപ്പോൾ സമയം നമുക്ക് സമർപ്പിക്കേണ്ടി വരും. നമ്മൾ സമ്പത്ത് ദശാംശമായും ദാനധർമ്മമായും നൽകേണ്ടി വരും. നൽകുക, ദൈവരാജ്യം നേടാൻ അതെല്ലാം നമുക്ക് കാരണമാകട്ടെ. ആമേൻ.